ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലപ്പുറം കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 5 പൈസക്ക് ചിലവില്ലാതെ ഒന്നുമില്ലാതെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾക്കും ചെടികൾക്കുള്ള വളം, അതായത് കമ്പോസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ചെടികൾക്കും പച്ചക്കറികൾക്കും വളർച്ച കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ജൈവവളമാണ് കമ്പോസ്റ്റ്. ഈ കമ്പോസ്റ്റ് തയ്യാറാക്കാൻ നമ്മൾ എപ്പോഴും പുറത്തേക്ക് കളയുന്ന അടുക്കള മാലിന്യങ്ങൾ മാത്രം മതി. അതെങ്ങനെ ദുർഗന്ധമില്ലാതെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടോ. അപ്പോൾ ഇത് കമ്പോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് പൊട്ടാറ്റോയുടെ തൊലിയാണ്, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഞാൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി, നമ്മൾ വേസ്റ്റായി കളയുന്ന പേപ്പറുകൾ, പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട്, ചായപ്പൊടി ചണ്ടി, കറിവേപ്പില, അതുപോലുള്ള എല്ലാ ഐറ്റംസും എടുക്കുക. അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും എടുക്കരുത് കേട്ടോ. ഫുഡ് വേസ്റ്റ് ഇട്ടാൽ നല്ല സ്മെല്ല് വരും. ചോറ്, അതുപോലെ മീനിൻ്റെ മുള്ള്, കറികൾ വേസ്റ്റ് ഉള്ളത് അത് വേറൊരു പാത്രത്തിൽ വെക്കുക. ഈ കമ്പോസ്റ്റ് ആക്കാനുള്ളത് വേറൊരു പാത്രത്തിലും നമ്മൾ ഇത് ചെയ്ത് വെക്കണം. നമ്മൾ എപ്പോഴും 3 പാത്രത്തിലായിട്ട് വേണം വേസ്റ്റ് ഇടാൻ. ഒന്നിൽ ഫുഡിൻ്റെ വേസ്റ്റ് മാത്രമാക്കി വെക്കുക, ഒന്നിൽ പച്ചക്കറീൻ്റെ വേസ്റ്റ്, അതായത് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ളതായിട്ട് വേറൊരു പാത്രത്തിൽ വെക്കുക. അതിന് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഒക്കെ അതിലിടാം. ഇതിൽ മീനിൻ്റെത്, അതേപോലെ കറി ബാക്കിയുള്ളത്, ചോറ് ബാക്കിയുള്ളത്, പിന്നെ ഇറച്ചിയുടെ എല്ല് അങ്ങനത്തെ ഒക്കെ ഇടാൻ വേറൊരു പാത്രം എടുക്കുക. അതായത് നമ്മൾ കുക്ക് ചെയ്ത ഐറ്റംസ് വേറൊരു പാത്രത്തിൽ എടുക്കുക. അത് ഇതിൽ ഇടരുത്, അത് ശ്രദ്ധിച്ചാൽ മതി. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. അതുകൊണ്ടാണ് അത് നമുക്ക് വേറൊരു തെങ്ങിൻ്റെ ചോട്ടിൽ ഇതേപോലെ ഒരു പാത്രം പേപ്പർ പ്ലേറ്റോ നീ വെച്ചിട്ട് അതിൽ കൊട്ടി കൊടുത്താൽ കാക്കയോ പൂച്ചയോ കോഴിയോ ആരെങ്കിലും വന്ന് തിന്നോളും. പിന്നെ അവർ തിന്ന ഒരു സംതൃപ്തി നമുക്ക് കിട്ടുകയും ചെയ്യും, സ്മെല്ല് വരികയില്ല. ഇനി അവർ തിന്നതിൻ്റെ ബാക്കി മണ്ണായി പോയും ചെയ്തോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ. അപ്പം 3 വേസ്റ്റിന് 3 പാത്രം വെക്കണം. ഒന്നിൽ ഫുഡിൻ്റെ വേസ്റ്റ്, അതുപോലെ ഒന്നിൽ നമുക്ക് കമ്പോസ്റ്റിനായിട്ടുള്ള പച്ചക്കറിയുടെ വേസ്റ്റുകൾ, ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്നിലിടാം. പിന്നെ അതുപോലെ തന്നെ ഇതിലിടാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേറെ ഇതിലിടാൻ പറ്റാത്ത സാധനങ്ങൾ, പിന്നെ മുട്ടായിയുടെ കടലാസ്, ചോക്ലേറ്റ് അങ്ങനത്തെ പേപ്പറുകളൊക്കെ ഇടാൻ വേറൊരു ഡസ്റ്റ്ബിന്നും വെക്കുക. അങ്ങനെ 3 എണ്ണമായിട്ട് വേണം നമ്മൾ വേസ്റ്റുകൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഡെയിലി രാവിലെ വൈകുന്നേരം ഇതുപോലെ കൊട്ടിക്കൊടുക്കും. അപ്പോൾ കാക്കയോ പൂച്ചയോ ഒക്കെ ആരെയും വന്നിട്ട് ഇത് കഴിച്ചോളും. അപ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ആലുവ അടുപ്പുണ്ടല്ലോ, പുകയില്ലാത്ത അടുപ്പ്, അതിൻ്റെ കോയിലുണ്ടായിരുന്നു ഇവിടെ പഴയത്. അത് ഞാനൊരു 4 എണ്ണം ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു ടൈൽസിൻ്റെ പീസ് വെച്ചിട്ട് നല്ല പോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് പുറത്താണ്, നമുക്ക് എന്ത് വന്നാലും നമുക്ക് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് അടിക്കില്ല. ഒന്നൊരു സ്മെല്ലിട്ടില്ലേ കേട്ടോ. പിന്നെ അടിയിൽ മണ്ണല്ലേ, മണ്ണാവുമ്പോൾ അതിൽ വേഗം ദ്രവിച്ചു പോകും. പിന്നെ വേറൊരു മണ്ണ് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മുകളിൽ മാത്രം കുറച്ച് മണ്ണും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ 3-4 പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുത്തതാണ്. അന്നൊന്ന് വീഡിയോ എടുക്കാനുള്ള ബുദ്ധി തോന്നിയില്ല. ഇപ്പോഴാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ചത്. അപ്പോൾ കണ്ടോ, നല്ലവണ്ണം പുഴുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നല്ല കമ്പോസ്റ്റ് നല്ല ഉഷാറായിട്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച വേസ്റ്റ് വീണ്ടും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആ വേസ്റ്റ് ഇടുന്നതോടൊപ്പം തന്നെ കുറച്ച് പേപ്പർ, നമ്മൾ വേസ്റ്റ് ആക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ, ടിഷ്യൂ പേപ്പർ, അതൊക്കെ ഇടാം. അതിൻ്റെ പുറമെ നമുക്ക് കുറച്ച് ഇവിടുന്ന് പുറത്ത് കുറച്ച് കരിയിലകളും അതുപോലെ കുറച്ച് പുല്ലും ഒക്കെ പറിച്ചിട്ട് അതും ഇടുക. മേലെ കുറച്ച് മണ്ണും ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെയുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇടാം. ഫുഡിൻ്റെ വേസ്റ്റ് മാത്രം ഒന്ന് വേറെ വെക്കുക. പിന്നെ മുട്ടത്തോടൊക്കെ വേണമെങ്കിൽ ഇടുമ്പോൾ ചിലപ്പോൾ ഒന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് കുറേ കഴിയുമ്പോൾ കൊണ്ട് അലിഞ്ഞു പോയിക്കോളും. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, ചെറുനാരങ്ങൻ്റെ തൊലി അതൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഞാൻ, ഒക്കെ അലിഞ്ഞു പോവാറുണ്ട്. അതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്, ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ. അപ്പോൾ എന്നിട്ട് ഇത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, ഒന്ന് ലെവലാക്കാൻ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ആ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മണ്ണ് മേലാണ് ഇട്ട് കൊടുക്കുക. മണ്ണും പുല്ലും അതുപോലെ കരിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് മേലെ സ്മെല്ലൊന്നും ഇനി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സ്മെല്ല് വന്നിട്ടേ തന്നെ ഇല്ല കേട്ടോ, അങ്ങനെ ചെയ്തതുകൊണ്ട്. മണ്ണിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഡെയിലി 1 പ്രാവശ്യം ചെയ്താൽ മതി. ഇങ്ങനെ 4 കോയിലുണ്ട്. അപ്പോൾ ഓരോരോ ദിവസം ഞാൻ ഓരോരോ കോയിലാണ് ഇടാറുള്ളത്. പിന്നെ ലാസ്റ്റ് 4-ാമത്തെ ദിവസം വീണ്ടും ഈ കോയിലോട്ട് തന്നെ വരും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം 4 എണ്ണം വേണം കേട്ടോ, കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ അതിലേക്ക് ഇടാൻ സ്പേസ് കിട്ടുള്ളൂ. 4 ദിവസം കൊണ്ട് അത് അടിയിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ തുറന്നപ്പോൾ കണ്ടില്ല, അതുപോലെ ആവും. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാസം പോരെ നമുക്ക് എടുക്കാതെ വെക്കുക.
15 ദിവസം കഴിഞ്ഞാൽ തന്നെ കിട്ടലുണ്ട്. പിന്നെ ഒരു മാസം വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നല്ലോണം ഇതായിട്ട് വരും. ആ പുഴുവൊക്കെ ചത്ത് നല്ല മണ്ണായിട്ട് വരും, നല്ലതായിട്ട് വരും. ഇത് കണ്ടോ, ഇതിപ്പോൾ കണ്ട നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ മുട്ടത്തോടൊക്കെ പൊട്ടിക്കാതെ ഇട്ടതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒന്ന് പൊടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം. പിന്നെ എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് വലിയൊരു കുഴി വേറെ ഉണ്ട്. ഞാനിതിൽ ഏകദേശം ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ഇടാറുള്ളൂ. പിന്നെ കഴിഞ്ഞിട്ട് കൂടുതലുണ്ടാകുമ്പോൾ മേലെ ഒരു വലിയ കുഴി ഉണ്ട്, അതിൽ കൊണ്ടുപോയിടലാണ്. ഞാൻ കാണിക്കാം. ഇനി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്ന് മാത്രം. അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി മറ്റേ കുഴി കാണിച്ചു തരാം ഞാൻ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതും അടച്ച് വെക്കാം. ഇനി ഞാൻ ഇതിനായിട്ടുണ്ടാക്കിയ വലിയ കുഴിയിലോട്ട് പോകാം. ഇത് ഞാൻ പടുത്തിട്ടുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉൾവശം ഞാൻ തേച്ചിട്ടില്ല, അടി മണ്ണ് തന്നെയാണ്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പേപ്പറും ഇതൊക്കെ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചു. കൂടുതൽ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ, ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലോണം പുഴു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നോക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ ഞാൻ തന്നെ വരാറാണ് പതിവ്. സാധാരണയായി നമ്മൾ മൺചട്ടിയിലോ അത് പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊക്കെ ആയിട്ട് തയ്യാറാക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുത്ത് പിന്നെ അടിയിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ പേപ്പർ കരിയിലൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ എയർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേസ്റ്റും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് ലാസ്റ്റ് കാണിക്കാം. ഇതിൽ ഞാൻ വേസ്റ്റ് ഇടുന്നില്ല, നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതാണ് ഒന്നും കൂടി ഇട്ട് കൊടുത്തത്. ഇനി മണ്ണിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുല്ലും കുറച്ച് കരിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇത് പിന്നെ ഞാൻ ഇതുണ്ടല്ലോ, വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിങ്ങനെ ഒരു ഹോൾസ് ഉള്ള ഒരു ഇതാണ്, റിങ് പോലെ ഉണ്ടല്ലോ നമ്മളെ കിണറിൻ്റെ റിങ് പോലത്തെ ഒരു സാധനമാണ്. ഇതിലിട്ട് കത്തിച്ചാൽ വേഗം കത്തും. അപ്പോൾ ഇതിലാണ് പേപ്പർ വേസ്റ്റ് ഇതൊക്കെ ഇട്ട് കത്തിക്കാറുള്ളത്. ഞാൻ എന്തെങ്കിലും വേസ്റ്റ് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് ഇട്ടിട്ടാണ് കത്തിക്കാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ല 3 ഇതായിട്ട് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആ ഇതിൽ കൊണ്ടുപോയി തന്നെയാണ്. ഇത് വേറൊരു കോയിലുണ്ടല്ലോ, അപ്പോൾ അതിൽ കൊണ്ടുപോയിടാമെന്ന് വെച്ചു. ഇതിൽ വെറും ഇത് കറിവേപ്പിലിൻ്റെ തണ്ട്, അതുപോലെ തന്നെ പൂളയുടെ തൊലി, അതൊക്കെയാണ് ഇടുന്നത്. ഇതൊക്കെ ഇടുന്നത് പെട്ടെന്ന് ശരിയായി കിട്ടും. ഇത് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇത് കുറച്ച് മുമ്പ് ഒരാഴ്ച മുമ്പ് ഇട്ടതാണ് ഇതിൽ. അപ്പോൾ അത് ശരിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. മറ്റേത് നമുക്ക് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അന്ന് ഇട്ട അതാണ്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. ഇതിലോട്ട് കുറച്ചും കൂടി വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ കുറേ ദിവസം കഴിയുമ്പോൾ കുറച്ച് മണ്ണ് കൈക്കോട്ടോ എന്തെങ്കിലും കൊത്തിയിട്ട് ഇതിലാണ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ മണ്ണ് ശരിക്കും ഫില്ലായിക്കോളും. പിന്നെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആരെങ്കിലും പണിക്ക് വിളിച്ചിട്ട് ഇതിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് വളം കോരിയെടുത്താൽ മതി. അപ്പോൾ കുറേ വളം കിട്ടും. അപ്പോൾ തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വാഴക്കും തെങ്ങും തെയ്യിനും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും, അത്രയ്ക്ക് വേണം എന്ന് മാത്രം. പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ കഴിയുമ്പോൾ നമുക്ക് ആരെയും പണിക്ക് വിളിച്ചിട്ട് കൈക്കോട്ടോ എന്തെങ്കിലും വെച്ചിട്ട് എടുത്താൽ മതിയല്ലോ. ഇനി നമുക്ക് ഇതൊരു 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഞാനിത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഒന്ന് എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് അമർന്ന് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിലെന്തോ ഒരു ചോക്ലേറ്റിൻ്റെ പീസ് എന്തോ ചോക്ലേറ്റിൻ്റെ കവറിൻ്റെ പീസ് എന്തോ പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. മിഠായിയുടെ കടലാസോ ചോക്ലേറ്റ് പീസോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്ന് നോക്കുക. അത് അതേപോലെ എടുക്കും. ഇതുകൊണ്ട് ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട് 15 ദിവസം കഴിഞ്ഞപ്പോത്തിന്. അപ്പോൾ നമുക്കിത് ഈ കുഴിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ചാക്ക് വെച്ചിട്ടുണ്ട്, ആ ചാക്കിലോട്ട് കൊട്ടി കൊടുക്കാം. ഇപ്പോൾ ഈ കുഴൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാക്കിലോട്ട് തട്ടി കൊടുക്കാം. നേരെ തല തിരിച്ചാണ് കേട്ടോ വെക്കേണ്ടത്. അടിവശം മുകളിലോട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് നല്ലൊരു ബലമുള്ള കമ്പ് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കണം. നമ്മൾ കോലൊക്കെ ഇട്ട് വരലിട്ട് ഇടിക്കുമല്ലോ, അതുപോലെ ഒന്ന് ഇടിച്ചാൽ മതി. കുറച്ച് അധികം ഇടിക്കൊന്നും വേണ്ട. ഒരു 5-6 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അത് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ കച്ചറ ഇട്ടിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുമല്ലോ, അപ്പോൾ അത് മണ്ണിൽ ജാമായതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പോന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇതുപോലെ ഈ കമ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് എടുക്കാം. അതൊക്കെ ആ ചാക്കിലോട്ട് വീണോളും. അപ്പോൾ നിങ്ങളിതിങ്ങനെ കുത്തുന്ന സമയത്ത് അടിയിൽ ചാക്കോ അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും ഒന്ന് വെക്കണം. എളുപ്പമുണ്ടാവും ഞാൻ വാരിയെടുക്കാൻ. നിലത്താവുമ്പോൾ പിന്നെ വാരിയെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുഴൽ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ആ കുയിലോട്ട് തന്നെ വെച്ചിട്ട് അടച്ചു വെക്കാം. ഇനി വീണ്ടും നമുക്ക് ഇതിലോട്ട് തന്നെ കച്ചറ ഇടാം. ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ആവശ്യം ഉണ്ടാകുമ്പോൾ ഓരോരോ കുഴൽ എടുത്താൽ മതി. ഇതുപോലെ കുഴൽ വെക്കുന്ന സമയത്ത് പിന്നെ മൺചട്ടിയിലും വെക്കാം. പിന്നെ അതുപോലെ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടല്ലോ, അതിന് അടിയിൽ കുറച്ചൊരു ഹോൾസ് കുത്തിയിട്ട് ഇതുപോലെ പുറത്ത് മണ്ണിൽ വെക്കുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ചൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി, പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ആണെങ്കിൽ. എന്നിട്ട് അതിന് മൂടി ഉണ്ടാവില്ല, മൂടിക്കും 2 ദോരം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ ഇടുമ്പോൾ സമയത്ത് നമുക്ക് അടിയിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കുഴിച്ച് വെക്കുമ്പോൾ മണ്ണ് അടിയിൽ ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ പിന്നെ നമുക്ക് അടിയിൽ മണ്ണിടേണ്ട ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് നമുക്ക് കച്ചറ ഇടാം. ഇതിപ്പോൾ വേറെയുള്ള എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നിങ്ങൾ അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക, കുറച്ച് കരിയിലിട്ട് കൊടുക്കുക, കുറച്ച് പേപ്പർ പീസൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, കരിയിലയും പേപ്പർ പീസൊക്കെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വേസ്റ്റ് ആവുന്ന പേപ്പർ, ടിഷ്യൂ പേപ്പർ ഒക്കെ ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ചോക്ലേറ്റിൻ്റെ കവറും അതേപോലെ കെച്ചപ്പിൻ്റെ ഒരു കവറൊക്കെ ഉണ്ടായിരുന്നു. അത് ഉണ്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ ഇത് ചെയ്യുന്ന സമയത്ത് അത് അതുപോലെ കിടക്കും, അപ്പോൾ എടുത്ത് മാറ്റിയാലും മതി. ചെടികൾക്ക് ഇടുന്ന സമയത്ത് മാറ്റിയാലും മതി. പക്ഷെ എന്നാലും ഇടുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കട്ടോ. അത് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അതിലും ഇതിലൊക്കെ കൊണ്ടുപോയിടും. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്, പൊടിമണ്ണ്. എന്ന് വെച്ചാൽ അത് ശരിക്കാണ് ആയിട്ടില്ല, 1 മാസം ശരിക്കും വെക്കണം കേട്ടോ, അപ്പോൾ ശരിക്കും കമ്പോസ്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു പൊടിമണ്ണിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് ഈ ചാക്കിലിട്ടൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഒരു കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനായാലും ഔട്ട്ഡോർ പ്ലാന്റ്സിനായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജൈവവളമാണ്. നമുക്ക് ഈ ഗ്രാസിനൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എല്ലാത്തിനും ഇതന്നെ ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ നോക്കൽ തുടങ്ങിയത്. അലോവേര അതുപോലെ എല്ലാ പ്ലാന്റ്സിനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. വെർട്ടിക്കൽ ഗാർഡന് വരെ എല്ലാത്തിനും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നഴ്സറിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എല്ലാത്തിനും ഇത് ധാരാളം മതി എന്നാണ് പറഞ്ഞത് അവർ. വേറൊരു വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 പൈസക്ക് ചിലവില്ലാതെ വീട്ടിൽ തന്നെ വളം ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ നമുക്ക് ഒരു ദുർഗന്ധവും ഇല്ലാതെ സംസ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 2 ഗുണങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.